ഹായ് ഫ്രണ്ട്സ്, ഫേസ്ബുക്കിൽ നമ്മളെ കോമ്പറ്റേറ്റേഴ്സ് ചെയ്യുന്ന ആഡുകൾ ചെക്ക് ചെയ്യാൻ നമുക്ക് ഫേസ്ബുക്കിന് തന്നെ ആഡ് ലൈബ്രറി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇപ്പം നമ്മളെ കോമ്പറ്റേറ്റേഴ്സ് റൺ ചെയ്യുന്ന ഒരു ആഡ് നമ്മൾ കണ്ടു, നല്ലൊരു ആഡാണ്. നമുക്കതൊരു റെഫറൻസിന് വേണ്ടി ഡൗൺലോഡ് ചെയ്ത് വെക്കണം എന്ന് വിചാരിക്കും. അപ്പം അതെങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഒരു ഇമേജ് ആഡ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളിവിടെ ഈസി സമ്മറി ഡീറ്റെയിൽസ് എല്ലാം ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇതിൽ ഇവിടെ ഈ ഇമേജിൽ ജസ്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ഇമേജ് ഇൻ എ ന്യൂ ടാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇമേജ് മാത്രമേ നിങ്ങൾക്ക് പുതിയൊരു ടാബിൽ ഓപ്പൺ ആയി വരും. ജസ്റ്റ് അതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ സേവ് ഇമേജസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ സേവ് ചെയ്യാൻ പറ്റും. എന്നാൽ നിങ്ങൾക്കൊരു വീഡിയോ ആഡാണ് സേവ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു വീഡിയോ ആഡ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഇവിടെ ആ വീഡിയോ പ്ലേ ചെയ്തിടുക. പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആ വീഡിയോയിൽ ജസ്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് വീഡിയോ ആസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ കിട്ടും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ഫയൽ നെയിം വെച്ചിട്ട് അതേപോലെ നിങ്ങൾ സേവ് ചെയ്യരുത്. പകരം ആ ഫയൽ നെയിമിൻ്റെ എൻഡിൽ ഒരു ഡോട്ട് ഇട്ടിട്ട് MP4 എന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രം സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫയൽ ഇവിടെ സേവ് ആയി കിട്ടും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇപ്പോൾ ഈ ഒരു വീഡിയോ പ്ലേ ആവുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ ആഡ് ലൈബ്രറിയിൽ നിന്നും നിങ്ങളെ കോമ്പറ്റേഴ്സ് റൺ ചെയ്യുന്ന ആഡുകൾ, അത് ഇമേജ് ആഡ് ആയാലും വീഡിയോ ആഡ് ആയാലും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, വീണ്ടും ഒരു റെഫറൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം എൻ്റെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്